നമ്മുടെ രാജ്യത്ത് AAY കാർഡിൻ്റെയും PHH നിറത്തിലുള്ള കാർഡിൻ്റെയും അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 1,54,00,000 ആളുകളെ ആ മസ്റ്ററിങ്ങിൽ പങ്കാളികളാക്കേണ്ടുന്ന ഒന്നാണ്. വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ പല വിധത്തിലുള്ള ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്കാനിംഗ് നടത്തി മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഐറിസ് സ്കാനർ അടക്കം ഉപയോഗിച്ച് നടത്തിയതിലൂടെ നമുക്ക് ഒരു നല്ല ശതമാനം ആളുകളെ മസ്റ്ററിങ്ങിൽ പങ്കാളികളാക്കാൻ കഴിയും. എന്നാൽ പല കാരണം കൊണ്ടും ഇതിന് കഴിയാത്ത ആളുകൾ നമുക്ക് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യം എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഫേസ് ആപ്പിലൂടെ അത്തരം വ്യക്തികൾക്ക് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ കേരളത്തിൽ ഫേസ് ആപ്പിലൂടെ ആൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ആരംഭിച്ചത്. ഇന്നലെ വൈകുന്നേരം വരെ 96,000-ൽ പരം ആളുകൾ ഫേസ് ആപ്പിലൂടെ ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. 87% കേരളത്തിലെ 1,54,00,000-ൽ 87% ആളുകൾ ഇന്നിപ്പോൾ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫേസ് ആപ്പിൻ്റെ ക്യാമ്പുകൾ കേരളത്തിലൊട്ടാകെ 5ഉം 6ഉം റേഷൻ ഷോപ്പുകളിൽ വരുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഇതുപോലുള്ള ക്യാമ്പുകളാണ് ഇന്നിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്നിലെ പരിസര പ്രദേശത്തുള്ള 18 കടക്കാർക്ക് വരാൻ സൗകര്യപ്രദമായിട്ടാണ് ഇവിടെ ഈ ആദ്യഘട്ടം മസ്റ്ററിങ് ഇവിടെ നടക്കുന്നത്. ഈ ക്യാമ്പ് വീണ്ടും ഒരു ഘട്ടം കൂടെ തുടരും. ഇന്നിപ്പോൾ 2 കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ശ്രീകുമാറും ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. 3 പേരുടെയും ആ മസ്റ്ററിങ്ങിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി വിജയകരമായിരുന്നു എന്നുള്ള മെസ്സേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം സൗകര്യം ജനങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്നാണ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നും നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ ഒരു വലിയ വിഭാഗം ഇതിനൊന്നും താല്പര്യം കാണിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അവരുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം എത്തണം. അവർ പൂർണ്ണമായിട്ടും ഇതിൽ പങ്കെടുക്കുന്നവരായി മാറണം എന്ന ആ അറിയിപ്പ് എത്തേണ്ടുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് അത്തരം ആളുകൾക്കുള്ള അരിവിഹിതം ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത്തരം ആളുകൾക്ക് അരി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നുവിടും. അതുകൊണ്ടാണ് ഇത്രയധികം വിവിധ ഘട്ടങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ 100% മസ്റ്ററിങ് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം ഗവൺമെൻറ് നടത്തുന്നത്. ഇതുവരെ ഇതിൽ പങ്കെടുക്കാത്തവർക്ക് മാധ്യമങ്ങളിലൂടെയുള്ള സന്ദേശം അറിഞ്ഞ് ഈ വരുന്ന 15-നുള്ളിൽ എല്ലാ പേരും എല്ലാ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കാളികളാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 87% ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനോടൊപ്പമാണ് നമ്മൾ ഈ ഫേസ് ആപ്പിലൂടെ 95,154 പേർ ഇന്നലെ വരെ ഫേസ് ആപ്പിൽ പങ്കെടുക്കുകയുണ്ടായി. ഇനി വരുന്ന ഒരാഴ്ചയിലധികം സമയമുണ്ട്. അതിനിടയിൽ ഇത്തരം ക്യാമ്പുകളിൽ അതിൻ്റെ പരിസരത്തുള്ളവരോ ഏത് സ്ഥലത്തുള്ളവർക്കോ റേഷൻ കാർഡ് കൊണ്ടുവന്ന് മസ്റ്ററിങ്ങിൽ പങ്കാളികളാകാൻ കഴിയുന്ന സാഹചര്യമാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്ഥലത്തെയും RIമാർ നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. ക്യാമ്പിലേക്ക് വരാൻ കഴിയാത്തവരെ വീടുകളിൽ പോയി, ഇപ്പം കിടപ്പ് രോഗികളാണെങ്കിൽ വീടുകളിൽ പോയി മസ്റ്ററിങ് നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ വകുപ്പ് ഒരുക്കുന്നതിൽ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.